ഹായ് ഗേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണ്. ക്രാഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ജേണൽ സപ്ലൈസിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കാവായി ജേണൽ സപ്ലൈസ് ആണ് കേട്ടോ. അതിന് ആവശ്യമായിട്ടുള്ളത് ഡോംസിൻ്റെ പേസ്റ്റൽ കളർ ബ്രഷ് പെന്നാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ച് പെന്നോട് ഉപയോഗിക്കാം. ബ്രഷ് പെന്നാണ് ഏറ്റവും നല്ല യൂസ്ഫുള്ളാണത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാറ്റേൺ പേപ്പേഴ്സ് ആണ് കേട്ടോ. പാറ്റേൺ പേപ്പേഴ്സ്. അപ്പം ഫസ്റ്റത്തെ പാറ്റേൺ പേപ്പേഴ്സ് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് യെല്ലോ കളർ ബ്രഷ് പെൻ എടുക്കുക. യെല്ലോ കളർ ബ്രഷ് പെൻ മാത്രമേ എടുക്കാവൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം. ഞാനിപ്പോൾ യെല്ലോ കളറാണ് എടുക്കുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ടുള്ളത് നമുക്ക് പിങ്ക് കളറ് ബ്രഷ് പെന്നാണ് കേട്ടോ. പിങ്ക് കളർ ബ്രഷ് പെന്നിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ബോ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് വരക്കാൻ അറിയണമെന്നൊന്നുമില്ല, ഇങ്ങനെ ബോ വരച്ചെടുത്താൽ മതി കേട്ടോ. ബ്ലാങ്കുള്ള സ്ഥലത്തെല്ലാം ഇങ്ങനെ ബോ വരച്ചെടുത്താൽ കേട്ടോ. ഇങ്ങനെ ഓരോ സൈഡും ബ്ലോ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് പാറ്റേൺ പേപ്പേഴ്സ് ഇതാണ്. ഇനി സെക്കൻഡ് പാറ്റേൺ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ പേസ്റ്റൽ കളർ ബ്രഷ് പെന്നിൽ വയലറ്റ് കളർ, ഇത് കട്ടിയല്ല, കട്ടി കളറും ഉണ്ട് ഇതും ഉണ്ട് കേട്ടോ. അങ്ങനെ കട്ടി കളർ യൂസ് ചെയ്യാൻ പാടില്ല, ഇതാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഗ്രിഡ് പാറ്റേൺ ആണ് വരയ്ക്കാൻ പോകുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് വരച്ചു കൊടുക്കുക. ഇപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രിഡ് പാറ്റേൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇങ്ങനെയാണ് വരച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കേ കൂടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ഈ ബ്രഷ് പെന്നിൽ വരച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ബ്രഷ് പെന്നിൽ വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കട്ടി കളർ ബ്രഷ് പെൻ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കുറച്ച് ലൈറ്റായിട്ട് വരച്ചു കൊടുക്കണം. കട്ടിക്കായിട്ട് വരച്ചു കൊടുത്താൽ ഇത് മൊത്തം ഇതാവും. അപ്പോൾ സെക്കൻഡ് പാറ്റേൺ പേപ്പേഴ്സ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഇത് രണ്ട് പാറ്റേൺ പേപ്പേഴ്സായി. ഇനി മൂന്നാമത്തെ പാറ്റേൺ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ബ്രൗൺ കളറ് ബ്രഷ് പെന്നാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. ഈ ബ്രൗൺ കളറാണ് ഉപയോഗിക്കേണ്ടത്. സൈഡിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതേപോലെ ഇപ്പുറത്തും ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഗ്രിഡ് പാറ്റേൺ ഒന്ന് വരച്ചു കൊടുക്കുക. ചെരിച്ചിട്ട് വേണം വരച്ചു കൊടുക്കാൻ. ഇങ്ങനെ മറ്റേ സൈഡും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വരച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഗ്രിഡ് പാറ്റേൺ പോലെ തന്നെ കേട്ടോ. ഇനി അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അത് ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ അതേപോലെ തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പം മൂന്നാമത്തെ പാറ്റേൺ പേപ്പേഴ്സ് ഇതാണ് കേട്ടോ. 3 പാറ്റേൺ പേപ്പേഴ്സ് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇത് ഒന്ന് എക്സ്ട്രാ ഞാൻ ഇതേപോലെ ആക്കി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പാറ്റേൺ പേപ്പേഴ്സ്, അതുകൊണ്ട് ഒന്നും കൂടി എക്സ്ട്രാ ആക്കിയിട്ടിരുന്നു. അടുത്തത്
ഇതേപോലത്തെ ഒരു പാറ്റേൺ പേപ്പേഴ്സ് ഒന്നും കൂടി ആക്കിയിരുന്നു, പക്ഷേ നടുക്ക് ഇങ്ങനത്തെ വരെയൊന്നുമില്ല, സാധാരണയായിട്ടാണ് ആക്കിയത് കേട്ടോ. അടുത്തത് അപ്പം 4ാമത്തെ പാറ്റേൺ പേപ്പേഴ്സ് കുറച്ച് ഞാൻ ചെയ്തിരുന്നു കേട്ടോ. ഇത് ഈ ഒരു ടൈമിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു വീഡിയോ. അതിങ്ങനെ വരച്ചെടുത്താൽ മതി കേട്ടോ. ഈ കാണുന്ന പോലെ വരക്കുക. ഇതിങ്ങനെ വരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഇതാ ഇങ്ങനെ പിങ്ക് ബ്രഷ് പെന്നോട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിൻ്റെ ഈ വൈറ്റ് സ്പേസ് കിടക്കുന്നതിനെല്ലാം ജസ്റ്റ് ഒരു റെഡ് ഹാർട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഉള്ളിൽ മൊത്തം അങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാണ് 4ാമത്തെ പാറ്റേൺ പേപ്പേഴ്സ്. ഇതിരിക്കട്ടെ. ഇനി നെക്സ്റ്റ് പാറ്റേൺ പേപ്പേഴ്സ് ഈ ഒരു കളർ എടുത്തിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ മൊത്തം വരച്ചു കൊടുക്കണം. ഗ്രിഡ് ലൈൻസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രിഡ് പാറ്റേൺസ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇതേപോലെ വരച്ചെടുക്കാം. അപ്പോൾ ഈ പാറ്റേൺ പേപ്പേഴ്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പാറ്റേൺ പേപ്പേഴ്സ് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ചെറീസ് ആണ് നമ്മൾ വരക്കുന്നത്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് റെഡ് കളറിൽ സ്കെച്ച് പെൻ എടുത്താൽ മതി കേട്ടോ. റെഡ് കളറിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതാണ് കേട്ടോ ലാസ്റ്റ് പാറ്റേൺ പേപ്പേഴ്സ്.